ആദ്യം തന്നെ വസീഫ് നമ്മളെ എല്ലാവരെയും കുപ്പിയിലിറക്കി. അപ്പോൾ ആ എഡിറ്റോറിയൽ വസീഫ് നന്നായിട്ട് ഇന്ന് വായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിലെന്താ എഴുതിയിട്ടുള്ളതെന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നിട്ടും അത് മുഴുവൻ വായിക്കണമെന്ന് പറഞ്ഞ് സ്മൃതിയെ കൊണ്ട് ഏതാണ്ട് മുഴുവൻ ഭാഗവും വായിപ്പിച്ചു. അതെന്താണെന്നുള്ളത് പിന്നെ കേട്ടവർക്ക് മനസ്സിലാകുകയും ചെയ്തു. കാരണം ആ ഒരു എഡിറ്റോറിയൽ മാത്രം മതി ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ വിഷയത്തിന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാകാൻ. ഈ പറഞ്ഞതുപോലെ ഈ ചർച്ച എങ്ങോട്ടൊക്കെയാണ് പോയത് എന്നാലോചിച്ച് നോക്കി. അവതാരികയെ ആക്ഷേപിക്കുന്നു, വളരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നു. അമേരിക്കയിൽ കുടിയേറിപ്പോയവരൊക്കെ കള്ളന്മാർ കക്കാൻ പോയവരാണെന്ന് പറയുന്നു. ആ രീതിയിലേക്ക് ഈ ചർച്ച പോകുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, BJPക്ക് അല്ലാതെ ഏതെങ്കിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മതസ്വഭാവമുള്ള പാർട്ടികളുടെ പിന്തുണ തേടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഈ 1996 എഡിറ്റോറിയൽ ഞാനും വായിച്ചതാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അന്ന് വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ആ സംഘടന നേരിട്ട് CPMന് പിന്തുണ കൊടുക്കുകയാണ്. അത് കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനമായി ബന്ധിപ്പിച്ച് വളരെ സ്വാഗതാർഹമായ 2 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്ത എഡിറ്റോറിയലാണ്. അതിൽ യാതൊരു ലജ്ജയും കൂടാതെ ദേശാഭിമാനി CPMന്റെ മുഖപത്രം അതിനെ സ്വീകരിക്കുക, അതിനെ സ്വാഗതം ചെയ്യുക, എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തുകയാണ്. അതുപോലെ തന്നെ പിന്നീട് PDPയുടെ കാര്യം. PDP ഞാൻ ഓർക്കുന്നുണ്ട്, ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ, സമദാനി തോറ്റ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചാവക്കാട് ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ മദനിയെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ ഓർക്കുക. ഞാൻ ഇതുപോലുള്ള ഒരു വർഗീയമായ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിദ്വേഷകരമായ ഒരു ഇന്റർവ്യൂ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനതിന്റെ പകുതി പോലും അന്ന് പ്രസിദ്ധീകരിച്ചില്ല. അത് അന്ന് ISS ആണോ അത് PDP ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്. അപ്പം CPM എന്താ ചെയ്തിരുന്നത്? ആദ്യകാലത്ത് PDP എതിർക്കുക. സ്മൃതി വായിച്ച എഡിറ്റോറിയൽ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ കയ്യാളായ PDP എതിർക്കുകയാണ്. ആ 1996 മുഖപ്രസംഗത്തിൽ PDPക്ക് എതിരായിട്ടാണ് ദേശാഭിമാനി സംസാരിക്കുന്നത്. പിന്നീട് 2010 ശംഖുമുഖത്ത് ചേർന്ന യോഗം, അന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ടെന്നൊക്കെ വാസിഫും നവാസും ഒക്കെ പറയുന്നുണ്ട്. അന്ന് കോടിയേരി ബാലകൃഷ്ണനൊപ്പം പിണറായി വിജയനും അതിന് സംബന്ധിക്കുക. ആ യോഗത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. പിന്നീട് ഹുസൈൻ രണ്ടത്താണി പൊന്നാനിയിൽ മത്സരിക്കുമ്പോൾ, അതൊക്കെ അടുത്ത കാലത്ത്, അത്ര പഴക്കമായിട്ടില്ല. അന്ന് 1 മണിക്കൂർ താമസിച്ചു മദനി അവിടെ എത്താനായിട്ട്. അദ്ദേഹം സ്ഥലത്തെത്താൻ അല്പം വൈകി. 1 മണിക്കൂർ പിണറായി വിജയൻ അവിടെ കാത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം. ഇതൊക്കെ തന്നെയാണ് ഇവർ തമ്മിലൊക്കെയുള്ള ബന്ധങ്ങൾ. 2019 മുതൽ പിന്നെ ഇവരുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ്. അതായത് UDF 2019 മുതൽ. പക്ഷെ അതിനു മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവർ നന്നായിട്ട് ഈ മതരാഷ്ട്രത്തെക്കുറിച്ച് പറയുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ CPM നല്ല ബന്ധത്തിലാണ്. എന്നിട്ട് ഇപ്പോ UDFന് അല്ലെങ്കിൽ 2019 മുതൽ UDFന് പിന്തുണ വരുന്നു. അത് വലിയൊരു അപരാധമായി പോയി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, SDPI അല്ലെങ്കിൽ PM സിദ്ദിഖ് എന്ന് പറയുന്ന CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്താണ് പറഞ്ഞത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾക്ക് സുഡാപ്പികളുടെയും, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സുഡാപ്പി എന്നാ, SDPI എന്നില്ല, ഞങ്ങൾക്ക് സുഡാപ്പികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണം, മനുഷ്യന്മാരുടെ എല്ലാം വോട്ട് വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങായ വെൽഫെയർ പാർട്ടി അങ്ങ് മനുഷ്യന്മാര് അല്ലാതായിട്ട് മാറുക. ഇത് CPM പണ്ടും ചെയ്തിട്ടുള്ളതാണ്, കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ട്. UDF പലപ്പോഴും പലരുടെയും UDF PDPയോടൊപ്പം നിന്ന സമയങ്ങളുണ്ട്. അത് അന്നത്തെ കുറിച്ചാണ് 1996 എഡിറ്റോറിയലില് ദേശാഭിമാനി എഴുതുന്നത്. ഞാൻ മറ്റൊരു നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണത്തിൽ ഈ വെൽഫെയർ പാർട്ടി നേതാക്കൾ തന്നെ വന്ന് കണ്ടു, അവരെ പിന്തുണ അറിയിച്ചു, അവർ സ്വീകരിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത് നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്തതാണ്. നേരത്തെ അവരവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യട്ടെ, എല്ലാവരും വോട്ട് ചെയ്തോട്ടെ, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന് പറഞ്ഞൊഴുകിയാണ് പതിവ്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, അവരെ ഒരു പാർട്ടിയായി അംഗീകരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൽ കൂടെ തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ അത് നിലമ്പൂരിലെ ഒരു സാഹചര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണോ, നിലമ്പൂരിൽ ജയിക്കാൻ ആ വോട്ടും വേണം എന്ന നിലപാടിലേക്കാണോ? അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടിയല്ലേ? അല്ല, പിന്നെ സ്മൃതി, ഞാനിപ്പം PDPയെയോ
അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണ്, അവരുടെ SDPIയോ അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോ 1% പോലും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിനെ എതിർക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഈ സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സതീശൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാനും വായിച്ചത്. ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ CPM അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിച്ച ഒരാളെയാണ്. അവർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതും പിന്തുണ നൽകിയതും വോട്ട് ചെയ്തതും UDFനാണ്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 1965-ലും 67-ലും അവിടെ ജയിച്ചത് ഏറനാടൻ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന, അപ്പോൾ വാസിബിലൊക്കെ എന്നെയൊക്കെ നന്നായിട്ട് ആ കഥകളും ചരിത്രങ്ങളും അറിയാം, കുഞ്ഞാലിയാണ്, K. കുഞ്ഞാലിയാണ്. അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നു. ആ കേസിലെ പ്രതി ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. പക്ഷെ ആര്യാടൻ മുഹമ്മദിനെ കോടതി ആ കേസുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. പക്ഷെ അന്നു മുതൽ, അല്ലെങ്കിൽ കുഞ്ഞാലിയുടെ കാലം മുതൽ അവിടുത്തെ CPI ആയിരുന്നപ്പോൾ, അതും പിന്നീട് 64-ന് ശേഷം CPM ആകുമ്പോഴും ഈ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തെ വെറുതെ വിട്ടു. അതിനുശേഷം 80-ലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി LDFിലായി. LDF എന്ന് പറഞ്ഞാൽ CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലാണ്. അന്ന് അദ്ദേഹം അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നില്ല. പക്ഷേ അധികാരത്തിൽ ഗവൺമെന്റ് വരികയും അദ്ദേഹത്തിന്റെ ഓർമ്മ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചു എന്നാണ്. പാർലമെന്റ് മത്സരത്തിൽ തോക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെയാണ് ഹരിദാസ് രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ മുമ്പിലെ ഏറ്റവും വലിയൊരു പ്രശ്നം 1980-ൽ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ എനിക്ക് തോന്നുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി, ആ കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥി. ആ മത്സരത്തിൽ കോൺഗ്രസിന് യാതൊരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല. കാരണം CPMന്റെ പിന്തുണ ലഭിക്കുമോ എന്നുള്ളത്. കാരണം CPMന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആ പ്രദേശത്തെ CPM ഒരു ആരാധ്യ പുരുഷനായി കണ്ടിരുന്ന ആളാണ് കുഞ്ഞാലി. അദ്ദേഹത്തെ വധിച്ച കേസിലെ പ്രതിയായിരുന്ന ആള്, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല, അത് വേറെ കാര്യം. ആ പ്രതിയായിരുന്ന ആ ആള് വീണ്ടും CPM ഉൾപ്പെടുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ പിന്തുണ നൽകുമോ, പിന്തുണ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അവർ CPMോട് സംസാരിച്ച് CPM കൃത്യമായിട്ട് ഉറപ്പ് നൽകി, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും, ഒരു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. ഇതുപോലൊക്കെ തന്നെയല്ലേ ഈ സാഹചര്യങ്ങൾ. വോട്ടിന്റെ ആവശ്യം വരുമ്പോൾ, ഗവൺമെന്റിന്റെ നിലനിൽപ്പ് ഒരു പ്രശ്നമാകുമ്പോൾ, അധികാരം കൈവിടാതിരിക്കുന്നതിന് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഇത് തന്നെയല്ലേ ചെയ്യുക. PDPയുടെ കാര്യം നമ്മൾ പറഞ്ഞു വന്നതാ. PDPയെ ഒരു സമയത്ത് എതിർക്കുകയും പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു. SDPI ഇപ്പൊ എന്താ, ഞാൻ സിദ്ദിഖിന്റെ കാര്യവും പറഞ്ഞല്ലോ. SDPI കഴിഞ്ഞ 2020-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? SDPI എവിടെയായിരുന്നു? CPMനുമായിട്ട് ചേർന്ന് മുന്നണിയിൽ പലയിടത്തും ഒന്നിച്ച് മത്സരിച്ചില്ലേ, ജയിച്ചില്ലേ? മലപ്പുറം ജില്ലയിൽ തന്നെ 5 or 6 പഞ്ചായത്തുകളിൽ അവര് അധികാരം ഷെയർ ചെയ്തില്ലേ, പങ്കിട്ടില്ലേ? എന്റെ നാടായ പത്തനംതിട്ട ജില്ലയിലെ മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഭരിക്കുന്നത് 3 SDPI ഈ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് വോട്ട് കിട്ടുമല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് കാണുമ്പോൾ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും, അന്നേരം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല വർഗീയ ശക്തികളെ, വർഗീയ കക്ഷികളെ ചേർത്ത് പിടിക്കുന്നതിന്. അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഈ തർക്കത്തിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും എല്ലാ കാലത്തും ഇതുപോലെയുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഈ ന്യായീകരണം വല്ലാതെ തെളിവുകൾ സഹിതം അങ്ങോട്ട് വരുമ്പോൾ ആളുകൾക്ക് വിമ്മിഷ്ടമുണ്ടാകും, അസ്വാസ്ഥ്യമുണ്ടാകും, നിരാശ ഉണ്ടാകും. അതാണ് നാം ഈ ചർച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.